സുഹൃത്തുക്കളെ, വയനാട്ടിൽ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത മഹാദുരന്തമുണ്ടായപ്പോൾ തകർന്നുപോയ മനുഷ്യരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ കേരളം കേന്ദ്ര സഹായം പലതവണ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. അടിയന്തര ദുരിതാശ്വാസത്തിനായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത PM കെയേഴ്സ് ഫണ്ട് എവിടെയായിരുന്നു? 2020 കോവിഡ് കാലത്താണ് PM കെയേഴ്സ് രൂപീകരിച്ചത്. പ്രധാനമന്ത്രി അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാർ ട്രസ്റ്റികളുമായ ഈ ഫണ്ടിലേക്ക് സാധാരണക്കാർ മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ കോടിക്കണക്കിന് രൂപ സംഭാവന നൽകി. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന സാമ്പത്തിക കണക്കുകൾ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. 2022-23 ഫണ്ടിലുണ്ടായിരുന്ന 6723 കോടിയിൽ 439.38 കോടി രൂപ മാത്രമാണ് ദുരിതാശ്വാസത്തിനായി ചെലവഴിച്ചത്. 2023-24 7188 കോടി ഉണ്ടായിരുന്നപ്പോൾ ചെലവായത് വെറും 15.60 കോടി. 2024-25 8452 കോടിയിലധികം ഉണ്ടായിരുന്നിട്ടും ദുരിതാശ്വാസത്തിനായി ചെലവഴിച്ചത് വെറും 87.85 ലക്ഷം രൂപ. അതേസമയം അതേ വർഷം ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിച്ച പലിശ മാത്രം 475 കോടിയിലധികം. അപ്പോൾ ചോദിക്കേണ്ടി വരും, ദുരിതാശ്വാസത്തിനായി ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ദുരിതബാധിതർക്ക് നൽകാനാണോ, ബാങ്കിൽ FD ഇട്ട് പലിശ കൂട്ടാനാണോ? PM കെയേഴ്സ് കോവിഡ് സഹായത്തിനായി മാത്രമുള്ള ഫണ്ടല്ല. പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും നേരിടാനും ഇത് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ അംഫാൻ, ടൗട്ടെ തുടങ്ങിയ വലിയ ദുരന്തങ്ങളിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലും ഈ ഫണ്ടിൽ നിന്ന് കാര്യമായ സഹായം നൽകിയിട്ടില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് ദുരന്തത്തിലും ഇതേ ചോദ്യം നിലനിൽക്കുന്നു. കോടിക്കണക്കിന് രൂപയുള്ള ഈ ഫണ്ടിൽ നിന്ന് ദുരന്തബാധിതർക്കായി എത്ര നൽകി? ജനങ്ങൾക്ക് കൃത്യമായ കണക്ക് വേണം. ഇവിടെ മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. PM കെയേഴ്സിൻ്റെ പണം എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇത് സർക്കാർ സ്ഥാപനമല്ലെന്നും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണെന്നുമാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. അതേസമയം ഈ ഫണ്ടിലേക്ക് പണം നൽകിയവരിൽ സാധാരണ പൗരന്മാരും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. ജനങ്ങളുടെ പണം സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വവും ഉണ്ടാകണം. RTI പരിധിയിൽ നിന്ന് മാറി നിൽക്കുകയും CAG ഓഡിറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നു. കൂടാതെ 2024-25 പദ്ധതി നടത്തിപ്പ് ഏജൻസികളിൽ നിന്ന് 324.65 കോടി രൂപ തിരിച്ചടച്ചതായി കണക്കുകളിൽ കാണുന്നു. ഈ പണം എന്തുകൊണ്ട് തിരിച്ചടച്ചു? എന്ത് ഉപകരണങ്ങളാണ് തിരിച്ചെടുത്തത്? എന്താണ് സംഭവിച്ചത്? ജനങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം വേണം. സർക്കാരിന് പറയാം, കോവിഡ് കാലത്ത് വാക്സിനുകൾക്കും ആശുപത്രികൾക്കും ഓക്സിജൻ സംവിധാനങ്ങൾക്കും പണം ചെലവഴിച്ചില്ലേ? അതെ, ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ചോദ്യം അതല്ല. ആകെ എത്ര പണം ലഭിച്ചു? എത്ര ചെലവഴിച്ചു? എത്ര ബാക്കി പണം എന്തിനാണ് ഉപയോഗിക്കാത്തത്? ഇതിനാണ് വ്യക്തമായ മറുപടി വേണ്ടത്. കാരണം 2024-25 8400 കോടിയിലധികം രൂപ ബാക്കിയുണ്ടായിരിക്കെ ദുരിതാശ്വാസത്തിനായി ചെലവഴിച്ചത് 87.85 ലക്ഷം രൂപയാണെങ്കിൽ അത് ഒരു അടിയന്തര ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രധാന ചോദ്യം വളരെ ലളിതമാണ്. ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പണം സ്വീകരിച്ചാൽ ജനങ്ങൾക്ക് കണക്കും നൽകണം. PM കെയേഴ്സിൽ എത്ര പണമുണ്ട്? ആകെ എത്ര സംഭാവന ലഭിച്ചു? ആർക്കൊക്കെ എത്ര നൽകി? വയനാട് ദുരന്തത്തിന് എത്ര നൽകി? ബാങ്കുകളിൽ എത്ര FD ഉണ്ട്? എത്ര പലിശ ലഭിച്ചു? ഓരോ രൂപയുടെയും കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കണം. ഇത് ഒരു പാർട്ടിക്കെതിരായ രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, ഇത് ജനങ്ങളുടെ പണത്തിൻ്റെ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തബാധിതരോടും ഈ രാജ്യത്തെ ഓരോ പൗരനോടുമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ചോദ്യമാണ്. ദുരിതാശ്വാസത്തിനായി പിരിച്ച പണം ബാങ്കിൽ കിടന്ന് പലിശ കൂട്ടാനുള്ളതല്ല, ദുരിതത്തിലായ മനുഷ്യൻ്റെ കണ്ണീരൊപ്പാനുള്ളതാണ്. അതുകൊണ്ട് പറയാനുള്ളതൊന്നു മാത്രം, PM കെയേഴ്സിൻ്റെ പൂർണ്ണ കണക്ക് പുറത്തുവിടുക. ജനങ്ങളുടെ പണത്തിന് ജനങ്ങളോട് കണക്ക് പറയുക.